ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസം ദൈവം നമുക്ക് ദാനമായി നൽകിയതിനായി ദൈവത്തെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. നാം ആരാധിക്കുന്ന ദൈവം നല്ലവൻ, യേശു നല്ലവൻ. സ്തോത്രം. എബ്രായർ 11:6 നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ കൂടെ വിശ്വാസം എന്താണ് എന്നുള്ളത് ചിന്തിച്ചു. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനാവില്ല എന്ന് ഇതിനെയും കുറിച്ച് കഴിഞ്ഞ ദിവസം ധ്യാനിക്കുവാനിടയായി തീർന്നു. ഇന്ന് നാം ധ്യാനിക്കുന്നത് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കേണ്ടതാകുന്നു. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നതിന് മുമ്പ് നാം വിശ്വസിക്കേണ്ടതായ സത്യം, ദൈവം ഉണ്ട്. ആ ദൈവം ദൂരെയുള്ള ദൈവമല്ല, ആ ദൈവം നമ്മുടെ അടുക്കൽ ഉണ്ട്. ആ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഈ ദൈവം നമ്മുടെ ജീവിതത്തെ അറിയുന്നു. സങ്കീർത്തനം 139 മുഴുവനും പറയുന്നുണ്ട്, യഹോവ ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്നു, എൻ്റെ നിരൂപണം ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും ശോധന ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുനീർ കാണുന്ന ദൈവം, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, നമ്മുടെ വേദന അറിയുന്ന ദൈവം, നമ്മുടെ ഭാവിയെല്ലാം ഈ ദൈവത്തിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടെ ദൈവത്തിൻ്റെ അടുക്കൽ നമുക്ക് വരുവാൻ സാധിക്കും. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ ആ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കും. എത്രയോ സന്തോഷമാണ്, എത്രയോ ശ്രേഷ്ഠതയാണ്. ദൈവം നമ്മുടെ അടുക്കൽ ഉണ്ട്, നമ്മോടൊപ്പം ഉണ്ട്. നമ്മോട് അടുത്തിരിക്കുന്ന ഒരു ജനമായിട്ട് നമുക്ക് പ്രാർത്ഥനയിൽ കൂടെ ദൈവത്തിൻ്റെ അടുക്കൽ ഉള്ളതായ ആത്മീക അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കും. വിശ്വാസത്തിൻ്റെതായ അടിസ്ഥാനം ദൈവവചനത്താലാണ്. റോമർ 10:17 പറയുന്നുണ്ട്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരും. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് സർവശക്തനായ ദൈവം പറയുമ്പോൾ അത് നമുക്ക് വിശ്വസിക്കുവാൻ സാധിക്കണം. വിശ്വാസത്താൽ ദൈവവചനത്തിൽ നമ്മുടെ ആത്മീകതയെ നമുക്ക് പണിയുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ പ്രതിസന്ധികളെ, വേദനകളെ, ഇതെല്ലാം വിശ്വാസത്താൽ അതിജീവിക്കുവാൻ സാധിക്കും. ഒരിക്കലും തകർന്നു പോകത്തില്ല. കാറ്റടിച്ചു, വൻമഴ ചൊരിഞ്ഞു, എന്നാൽ നമ്മുടെ അടിസ്ഥാനം ദൈവവചനത്തിലാണെങ്കിൽ ഒരിക്കലും ഈ ലോകത്തിൻ്റെ എന്ത് തന്നെ പരിഹാസമോ നിന്ദയോ കുറ്റപ്പെടുത്തലുകളോ ആരോപണങ്ങളോ തെറ്റിദ്ധാരണകളോ എന്ത് കടന്നു വന്നാലും ദൈവവചനത്തിലാണ് പണിതിട്ടുണ്ടെങ്കിൽ അത് ആ ആത്മീക ജീവിതം ഒരിക്കലും വീഴുവാൻ ഇടയാകത്തില്ല. കാണാത്തതിനെ വിശ്വാസത്തോടുകൂടെ കാത്തിരിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രാർത്ഥിച്ചാൽ വിശ്വാസത്തോടുകൂടെ നാം പ്രഖ്യാപിച്ചാൽ തീർച്ചയായിട്ടും ആ പ്രാർത്ഥന വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ പറയുന്ന വാക്കുകൾ ഒരു വിത്ത് വിതയ്ക്കുമ്പോൾ വിത്ത് കുഴിച്ചിടുകയാണ്. കുഴിച്ചിട്ട് കുറച്ചു നാൾ കഴിയുമ്പോൾ അത് മുള പൊട്ടി വരും. അതിൽ നിന്ന് ഒത്തിരി ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ കുറച്ച് താമസമുണ്ട്. അതുപോലെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടെ പ്രഖ്യാപിക്കുമ്പോൾ ഉടൻ തന്നെ സ്വർഗത്തിലെ ദൈവം ഉത്തരം നൽകും. ചില കാര്യങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ, കാത്തിരിക്കുമ്പോൾ, സ്തോത്രം, അത് മുളച്ചു വന്ന് ഒരു വൃക്ഷമായിട്ട് തീരുവാൻ ഉള്ളതായ സമയം കാലതാമസം എടുക്കുന്നത് പോലെ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. പ്രതിസന്ധിയിലും
വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുവാൻ പാടില്ല. വിശ്വാസം എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ ഇല്ലാത്ത ജീവിതമല്ല. പ്രശ്നങ്ങളുടെ നടുവിലും ദൈവത്തെ വിശ്വസിക്കുന്ന ജീവിതമാണ് വിശ്വാസം. ശിഷ്യന്മാർ കടലിൽ കൊടുങ്കാറ്റിൽ ആയിരുന്നു. കാറ്റ് ശക്തി ആയിരുന്നു, തിരമാലകൾ ശക്തമായിരുന്നു. എന്നാൽ യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നു. മർക്കോസ് 4-ാം അധ്യായം 39-40 വാക്യങ്ങൾ, യേശു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. പ്രശ്നം വന്നപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു. യേശു അവരോട് ചോദിച്ചത്, നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് എന്ത്? പ്രശ്നം വലുതാണോ? അത് നമ്മുടെ ദൈവം അതിലും വലിയവനാണ്. നമ്മുടെ പ്രശ്നത്തെക്കാൾ വലിയവനാണ് നമ്മുടെ ദൈവം. പ്രശ്നത്തെ മാറ്റുവാൻ, പ്രശ്നത്തെ പൂർണ്ണമായിട്ട് യേശുവിൻ്റെ നാമം നാം ചൊല്ലുമ്പോൾ ആ പ്രശ്നത്തെ ദൂരീകരിക്കുവാൻ നമ്മുടെ വിശ്വാസം കൊണ്ട്, വിശ്വാസത്തിൻ്റെതായ വാക്കുകൾ കൊണ്ട്, വിശ്വാസത്തിൻ്റെതായ പ്രഖ്യാപനം കൊണ്ട് സാധിക്കും. അതുകൊണ്ടാണ് യേശു അവരോട് ചോദിച്ചത്, നിങ്ങൾ എന്തുകൊണ്ട് അവിശ്വാസികളായി, ഭീരുക്കളായി? സ്തോത്രം. നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് വിശ്വാസത്തിൻ്റെതായ പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടിയാണ്. ഈ ഭീരുക്കളാകാതെ, അവിശ്വാസികളാകാതെ, വിശ്വാസത്താൽ കൊടുങ്കാറ്റിനെയും കടലിനെയും നീ അടങ്ങുക, അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. അത് നമ്മൾ പ്രഖ്യാപിക്കുവാൻ, അത് നമ്മൾ ചെയ്യുവാൻ വേണ്ടി യേശു അവിടെ ചോദിക്കുകയാണ്, നിങ്ങളുടെ വിശ്വാസം എവിടെ? നിങ്ങൾ എന്തുകൊണ്ട് ഭീരുക്കളായി തീർന്നു? നമ്മെ വിളിച്ചിരിക്കുന്നത് ഒരു വിശ്വാസ ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ്. സ്തോത്രം. ഹാബേൽ എബ്രായർ 11:4 വിശ്വാസത്താൽ യാഗം അർപ്പിച്ചു. കയ്യിൻ്റെതിലും ഉത്തമമായ യാഗം അർപ്പിച്ചതുകൊണ്ട് അദ്ദേഹം നീതിമാൻ എന്നുള്ളതായ പേരിന് യോഗ്യനായി തീർന്നു, സാക്ഷ്യം പ്രാപിച്ചു. അത് മാത്രമല്ല, വിശ്വാസത്താൽ ഹാബേൽ ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നോഹ എബ്രായർ 11:7 കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് ദൈവം പറഞ്ഞപ്പോൾ വിശ്വസിച്ചു, അതനുസരിച്ചു. അബ്രഹാം 11:8 എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാതിരുന്നിട്ടും ദൈവത്തെ അനുസരിച്ചു. മോശ 11:27 കാണാത്ത ഓർക്കുകയും അതിനെ സ്തോത്രം ചെയ്യുകയും ചെയ്യുക. നാലാമതായിട്ട് വിശ്വാസമുള്ളവരുമായിട്ടുള്ള കൂട്ടായ്മയിൽ, ആത്മീക ബന്ധത്തിൽ നമ്മൾ ആയിരിക്കുക. നല്ല ആത്മീക കൂട്ടായ്മ, നല്ല സഭ, സ്തോത്രം, വിശ്വാസത്തിൽ കൂടെ ഉള്ളതായ സുവിശേഷം അറിയിക്കുന്ന, സുവിശേഷത്തിൽ കൂടെ അനേകാത്മാക്കളെ നേടുന്ന ആ സഭയുമായിട്ടുള്ള ഒരു ബന്ധം വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. ചെറിയ കാര്യങ്ങളിലും ദൈവത്തെ വിശ്വസിക്കുക. ചെറിയ വിശ്വാസത്തിൻ്റെതായ അനുഭവങ്ങൾ വലിയ വിശ്വാസത്തിലേക്ക് നമ്മെ നയിക്കും. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ആ വിശ്വാസത്തിൻ്റെതായ അളവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിൽ കൂടെയുള്ള അനുഗ്രഹങ്ങൾ, നന്മകൾ, നിത്യജീവൻ പ്രാപിക്കുവാൻ സാധിക്കും. അതിലേക്കായിട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ഈ വചനം കേൾക്കുന്ന സമയം മുതൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ മാറുകയാണ്, കടബാധ്യതകൾ മാറുകയാണ്, തലമുറകളെ കുറിച്ചുള്ളതായ ആകുലതകൾ മാറുകയാണ്. അവരെ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തുകയാണ്. വിശ്വസിച്ച് സ്തോത്രം ചെയ്യുവാൻ തുടങ്ങുമ്പോൾ തന്നെ സ്തോത്രം, ഹല്ലേലൂയ, ദൈവം ചെയ്തതായ നന്മകൾ, സ്തോത്രം, പ്രാർത്ഥിക്കുന്ന കാര്യം ലഭിച്ചു എന്ന് വിശ്വസിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ തീരുമാനമെടുക്കുന്ന നിമിഷം തന്നെ വിശ്വാസത്തിൽ കൂടെയുള്ളതായ അത്ഭുത പ്രവർത്തികൾ കാണും. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.